ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നായ ന്യൂയോർക്കിൽ പുതുവത്സരത്തിൽ ഒരു പുതിയ ഭരണഘട്ടവും ആരംഭിച്ചിരിക്കുകയാണ്. ജനുവരി 1-ന് ന്യൂയോർക്കിന്റെ പുതിയ മേയറായി സുഹ്റാൻ മംദാനി ഔദ്യോഗികമായി ചുമതലയേറ്റിരിക്കുന്നു. സാധാരണ ന്യൂയോർക്കിലെ ഭരണമാറ്റം ഏഷ്യയിൽ ചർച്ചയാവാറില്ല. പക്ഷേ സുഹ്റാൻ മംദാനിയുടെ കടന്നുവരവ് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. കാരണം അമേരിക്കയിലെ ഏറ്റവും ശക്തമായ നഗരത്തിന്റെ ഭരണാധികാരിയായി മുസ്ലിം പശ്ചാത്തലമുള്ള ഇന്ത്യൻ വംശജനായ ഒരു യുവാവ്, അതും നീതിയുടെയും സമത്വത്തിൻ്റെയും തുറന്ന രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാളെത്തുമ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൻ്റെ ഉള്ളറകളിൽ വരുന്ന ശക്തമായ മാറ്റങ്ങളെ കൂടിയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. കുടിയേറ്റ പശ്ചാത്തലമുള്ള മുസ്ലിം ഐഡന്റിറ്റിയുള്ള സുഹ്റാൻ മംദാനി വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകളിലൂടെയാണ് അമേരിക്കൻ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് കടന്നു വന്നത്. 9/11 ശേഷം മുസ്ലിം പരിസരങ്ങളെ പലപ്പോഴും സംശയത്തോടെയും വിരോധത്തോടെയും കണ്ടിരുന്ന ഒരു നഗരത്തിലാണ് മംദാനി ഭരണമേറ്റത്. അത് അമേരിക്കൻ സമൂഹത്തിൽ സംഭവിക്കുന്ന ആഴത്തിലുള്ള മാറ്റത്തെയും വൈവിധ്യങ്ങളെ അംഗീകരിക്കുകയും പരമ്പരാഗത അധികാര കേന്ദ്രങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന രാഷ്ട്രീയ ചലനത്തെയുമാണ് അടയാളപ്പെടുത്തുന്നത്. മംദാനിയുടെ വിജയത്തിന് പിന്നിൽ 3 പ്രധാന ഘടകങ്ങളാണ് ഉണ്ടായിരുന്നത്. ന്യൂയോർക്ക് സിറ്റിയുടെ സാമൂഹിക ഘടനയാണ് അതിലാദ്യത്തേത്. കാരണം ന്യൂയോർക്ക് വെറും ഒരു പ്രദേശമല്ല, കുടിയേറ്റക്കാരുടെയും ന്യൂനപക്ഷങ്ങളുടെയും തൊഴിലാളി വർഗങ്ങളുടെയും നഗരമാണ് ന്യൂയോർക്ക്. ഭവന പ്രതിസന്ധി, ജീവിത ചെലവ്, പൊതുഗതാഗത ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളിലെ അഭാവങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തെ നേരിട്ടു തന്നെ ബാധിച്ചിരുന്നു. ഈ വിഷയങ്ങളായിരുന്നു പ്രചാരണ കാലത്ത് സുഹ്റാൻ തൻ്റെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാക്കി മാറ്റിയിരുന്നതും. 2, ന്യൂയോർക്കിലെ യുവതലമുറയുടെ രാഷ്ട്രീയ പങ്കാളിത്തമാണ്. സാമൂഹിക നീതി, സാമ്പത്തിക അസമത്വം, വംശീയ നീതി തുടങ്ങിയ കാര്യങ്ങളെ ഉയർത്തിപ്പിടിച്ച അദ്ദേഹത്തിൻ്റെ ക്യാമ്പയിനുകളിൽ യുവതലമുറയുടെ പങ്കാളിത്തം ശക്തമായിരുന്നു. കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ സംവിധാനത്തോടുള്ള വിരോധമാണ് 3ാമത്തെ ഘടകം. അതെല്ലാം കൂടിച്ചേരുന്ന രാഷ്ട്രീയ ബദലായി മാറുകയായിരുന്നു അദ്ദേഹം. സുഹ്റാൻ മംദാനി ഭരണമേറ്റ് കഴിയുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രദ്ധിക്കാൻ. പ്രധാനമായും ന്യൂയോർക്ക് വെറും ഒരു സാധാരണ നഗരമല്ല. സാമ്പത്തികമായി, രാഷ്ട്രീയമായി, സാംസ്കാരികമായി ലോകത്തെ തന്നെ സ്വാധീനിക്കുന്ന ഒരാഗോള നഗരമാണ്. ഫെഡറൽ സംവിധാനം പിന്തുടരുന്ന അമേരിക്കയിലെ രാഷ്ട്രീയാധികാരത്തിൻ്റെ ഘടന പ്രകാരം മേയർ വെറുമൊരു സെറമണിയൽ പോസ്റ്റല്ല, മറിച്ച് അതിശക്തമായ ഭരണാധികാരമാണ്. 4 വർഷമായിരിക്കും മേയറുടെ ഭരണകാലാവധി. ഇനി അധികാരത്തിൻ്റെ വിശാലത ബോധ്യപ്പെടണമെങ്കിൽ ന്യൂയോർക്ക് സിറ്റി ചാർട്ടർ എടുത്തു പരിശോധിച്ചാൽ മതിയാകും. ന്യൂയോർക്ക് സിറ്റി ചാർട്ടർ പ്രകാരം നഗരത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ്, എല്ലാ പ്രധാന ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അന്തിമ ഭരണാധികാരി, നഗര ബഡ്ജറ്റിൻ്റെ പ്രധാന ശില്പി എന്നിവയെല്ലാം മേയറാണ്. ന്യൂയോർക്ക് പോലീസ് സേനയുൾപ്പെടെ 40-ലേറെ പ്രധാനപ്പെട്ട വകുപ്പുകളുടെ പൂർണ്ണ നിയന്ത്രണം, വിദ്യാഭ്യാസ, ഗതാഗത, ഭവന വകുപ്പുകൾ ഉൾപ്പെടെ എല്ലാത്തിൻ്റെയും തലവന്മാരുടെ നിയമനം, സിറ്റി കൗൺസിൽ പാസാക്കുന്ന നിയമങ്ങൾ വീറ്റോ ചെയ്യാനുള്ള അധികാരം, നഗരത്തിൻ്റെ സാമ്പത്തിക മുൻഗണനകൾ നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം എന്നിവയെല്ലാം നിയമപരമായി മേയർക്കുണ്ട്. ഒരുപക്ഷെ നഗര ബഡ്ജറ്റിൻ്റെ നിയന്ത്രണമായിരിക്കും ഇതിൽ ഏറ്റവും പ്രധാനം. കാരണം ന്യൂയോർക്ക് സിറ്റിയുടെ വാർഷിക ബഡ്ജറ്റ് $100 ബില്യൺ മുകളിലാണ്. ലോസ് ആഞ്ചലസിൻ്റേത് $15 ബില്യൺ, ചിക്കാഗോയുടേത് $18 ബില്യൺ മാത്രമാണെന്ന് ഇതിനോടുകൂടി ചേർത്ത് വായിക്കുമ്പോൾ ന്യൂയോർക്കിൻ്റെ സാമ്പത്തിക വലുപ്പം നന്നായി ബോധ്യപ്പെടും. മാത്രമല്ല, ചില അമേരിക്കൻ സംസ്ഥാനങ്ങളുടെ ബജറ്റിനേക്കാൾ വലുതാണ് ന്യൂയോർക്കിൻ്റെ ബജറ്റ്. അതുകൊണ്ട് ന്യൂയോർക്ക് മേയറെ വേണമെങ്കിൽ ഒരു ചെറിയ രാജ്യത്തിൻ്റെ ഭരണാധികാരി എന്ന് പോലും വിശേഷിപ്പിക്കാം. ആ സ്ഥാനമാണ് സുഹ്റാൻ മംദാനി ഇപ്പോൾ വഹിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ പ്രസിഡന്റിനും ഗവർണർക്കും കൈകടത്താൻ സാധിക്കാത്ത വിശാലമായ അധികാരങ്ങളാണ് നിലവിൽ മംദാനിയുടെ കൈവശമുള്ളത്. കുടിയേറ്റക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കും വേണ്ടി ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ, ഫലസ്തീൻ ഇസ്രായേൽ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത, ബെഞ്ചമിൻ നെതന്യാഹു ന്യൂയോർക്ക് സന്ദർശിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്ന് വരെ പ്രസ്താവന നൽകി നീതിയുടെ പക്ഷത്ത് ഉറച്ചു നിന്ന ചെറുപ്പക്കാരൻ ഇപ്പോൾ ന്യൂയോർക്കിൻ്റെ കിരീടവും ചെങ്കോലും പിടിച്ചു നിൽക്കുമ്പോൾ അത് ഒരു രാഷ്ട്രീയ നിലപാടാണ്, വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ന്യൂയോർക്ക് സിറ്റി മേയർ എന്ന അതിശക്തമായ പദവിയിലിരുന്ന് നീതി, ഉത്തരവാദിത്തം തുടങ്ങിയ രാഷ്ട്രീയ മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുകയും തേടുകയുമാണ് സുഹ്റാൻ മംദാനി. അതിൻ്റെ ആദ്യ നടപടികളായിരുന്നു അധികാരമേറ്റ ആദ്യ ദിനം തന്നെ സംഭവിച്ചത്. മുൻ മേയർ എറിക് ആദംസ് പുറപ്പെടുവിച്ച ചില എക്സിക്യൂട്ടീവ് ഓർഡറുകൾ റദ്ദാക്കിയായിരുന്നു മംദാനിയുടെ തുടക്കം. ഇസ്രായേലുമായി ബന്ധപ്പെട്ട 2 വിവാദ ഉത്തരവുകളും ഇതിൽ ഉൾപ്പെടുന്നു. വാക്കുപാലിച്ചുകൊണ്ട് കുടിയേറ്റക്കാരുടെയും വാടകക്കാരുടെയും സംരക്ഷണം ശക്തിപ്പെടുത്താനുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുതിയ തുടക്കമെന്നാണ് ഈ നടപടികളെ മംദാനിയുടെ ഓഫീസ് വിശദീകരിച്ചിരിക്കുന്നത്. പരിശോധിച്ചു വരുമ്പോൾ സുഹ്റാൻ മംദാനി ന്യൂയോർക്കിൻ്റെ മേയർ മാത്രമല്ല, മാറുന്ന കാലത്തിൻ്റെ ഉറച്ച രാഷ്ട്രീയ ശബ്ദം കൂടിയാണ്.